കഴിഞ്ഞ ദിവസം ഞാനൊരു തെർമോമീറ്റർ മേടിക്കാൻ പോയി. മെഡിക്കൽ പർപ്പസിനുള്ള തെർമോമീറ്റർ അല്ല, നമ്മുടെ എ സിയുടെയും അതായത് ഇങ്ങനത്തെ ഓരോ ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെർമോമീറ്റർ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അന്നേരം അവിടെ ഡിജിറ്റൽ തെർമോമീറ്റർ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അവരോട് കുറേ നേരമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ക്ബേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന തെർമോമീറ്റർ ഞാൻ കണ്ടത്. അത് വെറും ഒരു തെർമോമീറ്റർ അല്ല, ടെമ്പറേച്ചർ റിലേ ആണ് വരുന്നത്. അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഇത് ആദ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോണത്. ഈ കാണുന്ന സാധനമാണ് ഒരു ടെമ്പറേച്ചർ റിലേ സ്വിച്ച് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് വരുന്നുണ്ട്. ഇതാണ് ആ തെർമോസ്റ്റാറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് എവിടെയാണ് നമുക്ക് ടെമ്പറേച്ചർ നോക്കേണ്ടത്, ആ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് അതിൻ്റെ ടെമ്പറേച്ചർ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സെറ്റ് സ്വിച്ച്, പ്ലസ് ആൻഡ് മൈനസ്, അങ്ങനെ 3 സ്വിച്ചസും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു യൂണിറ്റ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ടു ബി വെരി ഫ്രാങ്ക്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും, കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നത്. വളരെ റേറ്റ് കുറവ്. എങ്ങനെ ഇവർക്ക് ഇത്ര അഫോർഡബിൾ ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു റിലേക്ക് തന്നെ ഇത്രയും വിലയൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു യൂണിറ്റ് ഫുള്ള് കിട്ടിയത് 230 രൂപയ്ക്കാണ്. 230 റുപ്പീസിനാണ് ഈ ഒരു റിലേ ബോർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ താഴെ നമുക്ക് പ്ലസ് ആൻഡ് മൈനസ്, അതായത് 12 വോൾട്ടിൻ്റെ പ്ലസ് ആൻഡ് മൈനസ്, പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഇവിടെ താഴെ കണക്ട് ചെയ്യണം. ഇവിടെ താഴെ നമുക്ക് എ സി ഔട്ടാണ് കിട്ടുന്നത്. അതായത് റിലേ 230 വോൾട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് കയറി ഇറങ്ങി പോകുന്ന ഒരു സ്വിച്ചാണ് ഈ റിലേ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു യൂണിറ്റ് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർപ്പസിന്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓൺ ആകണം. അല്ലെങ്കിൽ ഈ മുറിയുടെ ടെമ്പറേച്ചർ ഒരു 26 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഫാൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്വിച്ച് എനിക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിലൊരു 12 വോൾട്ട് വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ആ ഒരു ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാൻ ഓൺ ആവുന്നതായിരിക്കും. ഫാൻ ഓണായി അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു 23 ഡിഗ്രി ആകും, അല്ലെങ്കിൽ വേണ്ട 25 ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 26 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ 26 ആകുമ്പോഴത്തേക്കും കട്ടാവും, ഫാൻ ഓഫ് ആകും. പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാറും. അപ്പോൾ സംഗതി കിടുവാണ്, ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഓൺ ആക്കിയും കൂടെ കാണിച്ചു തരാം. 12 വോൾട്ട് ഔട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പോസിറ്റീവ്, നെഗറ്റീവ്, 12 വോൾട്ടിൻ്റെ ഗ്രൗണ്ട് എൻ്റെ ഇതിപ്പോൾ ഒരു പിന്ന് പോലെ ഇരിപ്പുണ്ട്. അത് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഈ റൂമിൻ്റെ ടെമ്പറേച്ചറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്, 29 ഡിഗ്രി സെൽഷ്യസ്, യെസ് 29.8. ഇനി ഞാനിതൊന്ന് പിടിക്കുകയാണ്. പിടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലെ ചൂട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അത് കൂടുന്നുണ്ട്, കണ്ടോ, 32, 33, 34. എൻ്റെ കയ്യിലെ ചൂടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി ഞാനിതൊന്ന് വിടുന്നു, തെർമോസ്റ്റാറ്റ് വിട്ടു. ഇനി ടെമ്പറേച്ചർ കുറയുമോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല, ആ ഒരു ചൂടിൽ തന്നെ യെസ് കുറഞ്ഞ് വരുന്നുണ്ട്. 33.1 ആണ്, അത് കുറഞ്ഞ് വരുന്നുണ്ട്. ഈ റിലേ സ്വിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ പ്രസ് ചെയ്ത് പിടിക്കണം. P0, ഈ ഡിഗ്രി സെൽഷ്യസ് വേണോ ഫാരൻഹീറ്റ് വേണോ എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫാരൻഹീറ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ല സോറി, ഹോട്ട് കോൾഡ് ആണ്. ഇപ്പം ഞാൻ ഹീറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൊണ്ടും പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഏതായാലും ഞാൻ ഇത് വെച്ച് ഒരു സംഗതി ചെയ്ത് കാണിക്കാം. അടുത്ത ദിവസത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഈ ഒരു യൂണിറ്റ് വെച്ച് ഞാനൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അത് എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ കൊടുത്തേക്കാം. അടുത്ത വീഡിയോയിൽ ഇതൊരു കിടിലൻ സാധനം, ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ഒരു കിടു വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും.